ഹരി ഓം. ശ്രീരാമജയം. ഗർഗമുനിയാൽ രചിക്കപ്പെട്ട ഗർഗഭാഗവതം. അതിലെ ഒന്നാമത്തെ ഖണ്ഡം ഗോലോകഖണ്ഡം. ഗോലോകഖണ്ഡത്തിലെ 15-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. 15-ാമത്തെ അധ്യായം യശോദയുടെയും നന്ദഗോപരുടെയും പൂർവജന്മചരിതം, ഭഗവാന്റെ നാമകരണം, രാധാകൃഷ്ണ സംബന്ധം എന്നിവയാണ്. അതിലെ യശോദയുടെയും നന്ദൻ്റെയും പൂർവജന്മചരിതം, നാമകരണം എന്നീ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഭഗവാന് ചൊല്ലി സമർപ്പിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഭഗവാന് ചൊല്ലി സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശരദ്ദിഗജപങ്കജ ശ്രിയമതീവ വിദ്വേഷകം മിലിന്ദമുനിസേവിതം കുലിശകഞ്ചചിഹ്നാവൃതം സ്ഫുരത്കനകനൂപുരം ദളിതഭക്തതാപത്രയം ചലദ്യുതിപദദ്വയം ഹൃദി ദധാമി രാധാപദേ. വദനകമലനിര്യദ്യസ്യ പീയൂഷമാദ്യം പിബതി ജനവരോയം പാതു സോയം ഗിരം മേ. ബദരിവനവിഹാരഃ സത്യവത്യഃ കുമാരഃ പ്രണതദുരിതഹാരഃ ശർഗധന്വാവതാരഃ. സാക്ഷാത് നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് 15-ാമത്തെ അധ്യായം ഭഗവാന് ചൊല്ലി സമർപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു, അഷ്ടവസുക്കളിൽ ഒരാളായ ദ്രോണൻ, അദ്ദേഹത്തിൻ്റെ പത്നി ധര, അവർ 10 കോടി വർഷങ്ങളോളം ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്നു. അങ്ങനെ ബ്രഹ്മദേവന് പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിക്കുന്നു. സാക്ഷാത് പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ അവർക്ക് പുത്രരൂപത്തിൽ കിട്ടുമെന്നും. അങ്ങനെ ആ ദ്രോണനും ധരയുമാണ് പിന്നീട് യശോദാ മാതാവും നന്ദഗോപരുമായിട്ട് ജനിക്കുന്നത്. അതിനുശേഷം ഗർഗമുനി ബലരാമസ്വാമിക്കും ശ്രീകൃഷ്ണ ഭഗവാനും നാമകരണം ചെയ്യുന്നതും നമ്മൾ ചൊല്ലിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും. ഗർഗമുനി തുടരുകയാണ്. വൃഷഭാനുസുതാ രാധായാ ജാതാ കീർത്തി മന്ദിരേ തസ്യാ പതിരയം സാക്ഷാത് തേന രാധാപതി സ്മൃതഃ. വൃഷഭാനുവിന് കീർത്തിയിലുണ്ടായിരിക്കുന്ന പുത്രിയായ രാധയുടെ പതിയാണ് ഈ കുട്ടി. അതിനാൽ രാധാപതി എന്ന പേരിലും ഈ കുട്ടി അറിയപ്പെടും. ഗർഗമഹർഷി ഭഗവാന്റെ ഓരോ നാമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദനന്ദനൻ, യശോദാനന്ദനൻ, ശ്രീകൃഷ്ണൻ, വാസുദേവൻ. അതിനുശേഷം പറയുകയാണ് രാധാപതി. രാധയുടെ പതിയായുണ്ട് രാധാപതി എന്ന നാമത്തിലും ഈ കുട്ടി അറിയപ്പെടുമെന്ന്. പരിപൂർണതമ സാക്ഷാത് ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം അസംഖ്യ ബ്രഹ്മാണ്ഡപതിർഗോലോകേ ധാംനി രാജതേ. സോ അയം തവ ശിശുർജാതോ ഭാരാവതരണായ ച കംസാദീനാം വധാർത്ഥായ ഭക്താനാം രക്ഷണായ ച. സാക്ഷാത് പരിപൂർണനും അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപതിയും വൈകുണ്ഠത്തിലെ ആ ഗോലോകധാമത്തിൽ വസിക്കുന്നവനുമായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഈ പുത്രരൂപത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഭാരം തീർക്കുക, കംസാദികളെ സംഹരിക്കുക, ഭക്തന്മാരെ രക്ഷിക്കുക എന്നിവയാണ് ഈ അവതാരത്തിൻ്റെ ഉദ്ദേശ്യം. അനന്താന്യസ്യ നാമാനി വേദഗുഹ്യാനി ഭാരത ലീലാഭിശ്ച ഭവിഷ്യന്തി തത്കർമ്മസ്യ ന വിസ്മയഃ. അഹോ ഭാഗ്യം തു തേ നന്ദ സാക്ഷാത് ശ്രീപുരുഷോത്തമഃ ത്വദ്ഗൃഹേ വർത്തമാനോയം ശിശുരൂപഃ പരാത്പരഃ. ഭരതവംശോദ്ഭവനായ അല്ലയോ നന്ദഗോപരെ, ഈ കുട്ടിയുടെ പേരുകൾക്ക് അവസാനമില്ല. ഇവയെല്ലാം വൈദിക ഗ്രന്ഥങ്ങളിൽ രഹസ്യരൂപത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. ഓരോ ലീലയ്ക്കും ഓരോ കർമ്മത്തിനും അനുസരണമായിട്ടാണ് ഓരോ പേരുമുള്ളത്. ഈ കുട്ടി ചെയ്യുന്ന അദ്ഭുത കർമ്മങ്ങൾ അനേകങ്ങളാണ്. അവയിലൊന്നിലും തന്നെ ആശ്ചര്യപ്പെടേണ്ടതില്ല. നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. കാരണം പരിപൂർണതമനും പരാത്പരനുമായ ആ പ്രഭുവിനെയാണ് നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പുത്രരൂപത്തിൽ സിദ്ധിച്ചിരിക്കുന്നത്.
ശ്രീനാരദ ഉവാച ഇത്യുക്താഥ ഗതേ ഗർഗേ സ്വാത്മാനം പൂർണ്ണമാശിഷം മേനെ പ്രമുദിതാ പത്ന്യോ നന്ദരാജോ മഹാമതിഃ. നാരദ മഹർഷി തുടരുകയാണ്. ബഹുളാശ മഹാരാജാവിന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പോൾ നാരദ മഹർഷി തുടരുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഗർഗ മഹർഷി സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. സ്വന്തം മകൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് അത്യധികം വിസ്മിതരായിട്ട് നിൽക്കുകയാണ് നന്ദഗോപരും യശോദാമ്മയും. അഥ ഗർഗോ ജ്ഞാനിവരോ ജ്ഞാനദോ മുനിസത്തമഃ കാളിന്ദീ തീരശോഭാഢ്യം വൃഷഭാനുപുരം ഗതഃ. അതിനുശേഷം ജ്ഞാനശിരോമണിയും ജ്ഞാനദാതാവും മുനിശ്രേഷ്ഠനുമായ ആ ഗർഗ മഹർഷി യമുനാ തീരത്ത് ശോഭിക്കുന്ന വൃഷഭാനുവിൻ്റെ ഗൃഹത്തിലേക്കാണ് പോയത്. ഇനി ഗർഗ മഹർഷിയെ എങ്ങനെയാണ് കാഴ്ചയ്ക്ക് അത്രയും തേജസ്വിയാണ് ഗർഗ മഹർഷി, അദ്ദേഹത്തിനെ ആണ് ഇനി വർണ്ണിക്കുന്നത്. ഛത്രേണ ശോഭിതം വിപ്രം ദ്വിതീയമിവ വാസവം. കുട, പണ്ടൊക്കെ ബ്രാഹ്മണർ മഹർഷിമാർ ഒക്കെ പോകുമ്പോൾ കുട എടുക്കുമായിരുന്നു. അപ്പോൾ കുട പിടിച്ചിരുന്നതിനാൽ മറ്റൊരു ദേവേന്ദ്രനെ പോലെയും ദണ്ഡേന രാജിതം സാക്ഷാത് ധർമ്മരാജമിവ സ്ഥിതം. ദണ്ഡ്, മഹർഷിയുടെ ദണ്ഡ് കയ്യിലുണ്ടാകുമല്ലോ എപ്പോഴും. അപ്പോൾ ദണ്ഡ് ധരിച്ചിരുന്നതിനാൽ വേറൊരു യമരാജനെ പോലെയും തേജസാദ്യോതിതദിശം സാക്ഷാത് സൂര്യമിവാപരം. അത്യധികം തേജസ്വിയായിരുന്നു ഗർഗ മഹർഷി. അപ്പോൾ സ്വന്തം തേജസ് ചുറ്റും ഇങ്ങനെ വ്യാപിച്ചിരുന്നു. അതിനാൽ വേറൊരു സൂര്യനെ പോലെയും. പുസ്തകീ മേഖലായുക്തം ദ്വിതീയമിവ പത്മജം. മേൽമുണ്ട് ധരിച്ചിരുന്നതിനാൽ മറ്റൊരു ബ്രഹ്മാവിനെ പോലെയും. ശോഭിതം ശുക്ലവാസോഭി ദേവം വിഷ്ണുമിവ സ്ഥിതം. ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് മറ്റൊരു മഹാവിഷ്ണുവിനെ പോലെയും അത്യധികം ആഢ്യത്വം ഉള്ളതായിരുന്നു ഗർഗ മഹർഷി. അദ്ദേഹത്തിൻ്റെ തേജസ്, ആ തേജസ് ചുറ്റും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോന്നിനായിട്ട് ഉപമിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ഗർഗ മഹർഷി വൃഷഭാനുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. തം ദൃഷ്ട്വാ മുനിശാർദൂലം സഹസോത്ഥായ സാദരം പ്രണമ്യ ശിരസാ സദ്യ സമ്മുഖോ അഭൂത് കൃതാഞ്ജലിഃ. മുനിം ച പീഠകേ സ്ഥാപ്യ പാദ്യാദിരുപചാരവിത് പൂജയാമാസ വിധിവത് ശ്രീഗർഗം ജ്ഞാനിനാം വരം. തതഃ പ്രദക്ഷിണീകൃത്യ വൃഷഭാനുവരോ മഹാൻ. അങ്ങനെ വൃഷഭാനു കണ്ടു ഗർഗ മഹർഷി തൻ്റെ വീട്ടിലേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ അത്യധികം ആദരവോടെ തലകുനിച്ച് അദ്ദേഹത്തെ പ്രണമിച്ച് കൈകൂപ്പി മുന്നിൽ നിന്നു. പിന്നീട് വൃഷഭാനു പുരോഹിതനും കൂടി ആയിരുന്നു. അപ്പോൾ മഹാന്മാരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് സത്കരിക്കേണ്ടത് എല്ലാം അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പീഠം കൊടുത്തു മഹർഷിക്ക് ഇരിക്കാനായിട്ട്. അതിനുശേഷം പാദം കഴുകി അർഘ്യം സമർപ്പിച്ചു. പിന്നീട് ഗർഗ മഹർഷിയെ പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷമാണ് വൃഷഭാനു അദ്ദേഹത്തിനോട് ഇപ്രകാരം ചോദിച്ചു. ശ്രീ വൃഷഭാനുരുവാച സതാം പര്യടനം ശാന്തം ഗൃഹീണാം ശാന്തയേ സ്മൃതം നൃണാമന്ദസ്തമോഹാരി സാധുരേവ ന ഭാസ്കരഃ. വൃഷഭാനു പറയുകയാണ്, ഗർഗ മഹർഷിയെ എടുത്ത് താണു വണങ്ങി അത്യധികം വിനീതനായിട്ട് ആദരവോടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളുടെ അടുത്ത് ഇരുന്നു കൊണ്ടാണ് വൃഷഭാനു പറയുന്നത്, സാധുക്കളുടെ പര്യടനം ശാന്തിയെ പ്രദാനം ചെയ്യുന്നു. ഞങ്ങളെപ്പോലെയുള്ള ഗൃഹസ്ഥ ആശ്രമികൾക്ക് അതും ശാന്തിയെ പ്രദാനം ചെയ്യുന്നു. സൂര്യന് പോലും നമ്മുടെ ഉള്ളിലെ ഇരുട്ടകറ്റാൻ സാക്ഷാത് സൂര്യഭഗവാന് പോലും സാധിക്കുകയില്ല. പക്ഷേ അങ്ങേപോലെയുള്ള മഹാത്മാക്കളുടെ സാമീപ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഇരുട്ടും അകന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഗർഗ മഹർഷിയെ സ്തുതിക്കുകയാണ്. തീർത്ഥീഭൂതാ വയം ഗോപാ ജാതാസ്ത്വദ്ദർശനാത് പ്രഭോ തീർത്ഥാനി തീർത്ഥീകുർവന്തി ത്വാദൃശാ സാധവാക്ഷിതൗ. അങ്ങയുടെ ദർശനം കൊണ്ട് ഞങ്ങൾ ഗോപന്മാരെല്ലാവരും പവിത്രരായി. ഭൂമിയിൽ അങ്ങേപോലെയുള്ള സാധുപുരുഷന്മാർ തീർത്ഥസ്ഥാനങ്ങളെ പോലെയും പവിത്രമാക്കി തീർക്കുന്നു.
അങ്ങേപോലെയുള്ള സാധു പുരുഷന്മാരുടെ പാദസ്പർശം കൊണ്ട് പുണ്യതീർത്ഥങ്ങൾ പോലും പവിത്രമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഗോപന്മാരും ഞങ്ങളുടെ ഈ ഗൃഹവും എല്ലാം അങ്ങയുടെ ആ പാദസ്പർശത്താൽ പവിത്രമായി എന്നാണ് വൃഷഭാനു പറയുന്നത്. അതിനുശേഷം തുടരുകയാണ്. ഹി മുനിരാധികാ നാമ കന്യാമി മംഗളായന കസ്മൈ വരായ ദാതവ്യ വദത്വം മീം സുനിശ്ചിതം ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീം ദിവ്യദർശനഃ വരോ നയാ സമോ യോ വൈ കസ്മൈ ദാസ്യാമി കന്യകാം. അതിനുശേഷം വൃഷഭാനു തുടരുകയാണ്. അല്ലയോ മഹാമുനി, എനിക്ക് ഒരു പുത്രി ഉണ്ടായിട്ടുണ്ട്. അവളുടെ നാമം രാധിക എന്നാണ്. അങ്ങ് ഈ 3 ലോകങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണല്ലോ. അവൾക്ക് അനുയോജ്യനായ ഒരു വരൻ ആരാണെന്ന് അങ്ങ് കണ്ടെത്തി തരുമോ എന്ന് വൃഷഭാനു ചോദിക്കുകയാണ്. പണ്ടൊക്കെ കുട്ടികൾ ജനിച്ച ശൈശവത്തിൽ തന്നെ അവരെ ആരാണ് വിവാഹം കഴിക്കുക എന്നൊക്കെ നിശ്ചയിച്ചു വെക്കുക പതിവായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയൊരു മഹാത്മാവ് മുന്നിൽ വന്നപ്പോൾ വൃഷഭാനു അത് തന്നെ ചോദിച്ചത്. അങ്ങയ്ക്ക് ദിവ്യ ദർശനവുമുണ്ട്. അനുരൂപനായ ഒരു വരനെ അങ്ങ് കാണിച്ചു തന്നാൽ ഞാൻ എൻ്റെ കന്യകയെ ആ കൈകളിൽ തന്നെ ഏൽപ്പിക്കും. അങ്ങ് ദയവായി പറഞ്ഞു തന്നാലും എന്ന് വൃഷഭാനു പറയുകയാണ്. ശ്രീ നാരദ ഉവാച ഹസ്തം ഗൃഹീത്വാ ശ്രീഗർഗോ വൃഷഭാനോർമഹാമുനിഃ ജഗാമയമുനാ തീരം നിർജ്ജനം സുന്ദരസ്ഥലം കാളിന്ദീജലകല്ലോല കോലാഹലസമാകുലം തത്രോപവിശ്യ ഗോപീശം മുനീന്ദ്രഃ പ്രാഹ ധർമ്മവിദ്. ഗർഗമഹർഷി ത്രികാലജ്ഞാനിയാണ്, അതുമല്ല ജ്യോതിഷിയുമായിരുന്നു. അദ്ദേഹം ഇതൊക്കെ മുന്നേ കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഗർഗമഹർഷി ഉടനെ തന്നെ വൃഷഭാനുവിൻ്റെ കൈ പിടിച്ചിട്ട് യമുനാ തീരത്തേക്കാണ് പോയത്. അവിടെ വിജനമായ ഒരു സ്ഥലത്ത്, അത്യന്തം സുന്ദരമായ ഒരു സ്ഥലത്ത് വൃഷഭാനുവിനെ പിടിച്ചിരുത്തി. അതിനുശേഷം ഗർഗമഹർഷി ഇപ്രകാരം പറയുകയാണ്. ശ്രീ ഗർഗ ഉവാച ഹേ ഗോപഗുപ്തമാഖ്യാതം കഥനീയം ന ച ത്വയാ പരിപൂർണതമഃ സാക്ഷാത് ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം അസംഖ്യ ബ്രഹ്മാണ്ഡപതി ഗോലോകേശ പരാത്പരഃ തസ്മാത് പരോവരോ നാസ്തി ജാതോ നന്ദഗൃഹീപതിഃ. ഗർഗമഹർഷി വൃഷഭാനുവിനോട് പറയുകയാണ്, അതെ, ഒരു പരമ രഹസ്യമുണ്ട്. നിങ്ങൾ ഇത് ആരോടും പറയരുത്. ആർക്ക് അതീതനായി വേറെ ആരും തന്നെ ഇല്ലയോ? വൈകുണ്ഠത്തിലെ ആ ഗോലോകധാമത്തിൽ ആര് വസിക്കുന്നുവോ അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപതിയായിട്ടുള്ളവനും പരാത്പരനും സാക്ഷാത് പരിപൂർണതമനുമായ ശ്രീകൃഷ്ണ ഭഗവാനാണ് നന്ദൻ്റെ വീട്ടിൽ പ്രത്യക്ഷനായിരിക്കുന്നത്. ശ്രീ വൃഷഭാനുരുവാച അഹോ ഭാഗ്യം നന്ദസ്യാപി മഹാമുനി ശ്രീകൃഷ്ണസ്യാവതാരസ്യ സർവം ത്വം വദ കാരണം. വൃഷഭാനു ഉടനെ പറയുകയാണ്, അല്ലയോ മഹാമുനി, നന്ദൻ്റെ ഭാഗ്യം അത്ഭുതകരവും അവർണ്ണനീയവുമാണ്. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിൻ്റെ പൂർണ്ണകാരണം ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് വൃഷഭാനു ഗർഗമഹർഷിയോട് ചോദിക്കുന്നു. ശ്രീ ഗർഗ ഉവാച ഭുവോ ഭാരാവതാരായ കംസാദീനാം വധായ ച ബ്രഹ്മണ പ്രാർത്ഥിത കൃഷ്ണോ ബഭൂവ ജഗതീതലേ ശ്രീകൃഷ്ണ പട്ടരാജ്ഞീയാ ഗോലോകേ രാധികാഭിധാം ത്വദ്ഗൃഹേ സാപി സംജാത ത്വം ന ജാനാസി താം പരാം. ഭൂമിയുടെ ഭാരം തീർക്കുവാനും കംസൻ മുതലായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും വേണ്ടി ബ്രഹ്മദേവന്റെ പ്രാർത്ഥന അനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖ്യരാജ്ഞിയും ഗോലോകധാമത്തിൽ വസിക്കുന്നവളുമായ ശ്രീ രാധികയാണ് നിങ്ങളുടെ പുത്രി രൂപത്തിൽ പ്രത്യക്ഷയായിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പരാത്പരയെ പറ്റി അറിയില്ല.
ശ്രീനാരദ ഉവാച തഥാ പ്രഹർഷിതോ ഗോപോ വൃഷഭാനുഃ സുവിസ്മിതഃ കലാവതിം സമാഹൂയ തയാ സാർത്ഥം വിചാര്യ ച രാധാകൃഷ്ണാനുഭാവം ച ജ്ഞാത്വാ ഗോപവരഃ പരഃ ആനന്ദാശ്രുകലാമുഞ്ജൻ പുനരാഹ മഹാമുനിം. ഇത് കേട്ടിട്ട് വൃഷഭാനുവിൻ്റെ മനസ്സിൽ അത്യധികം ആനന്ദമുണ്ടാവുകയും അദ്ദേഹം വളരെയധികം വിസ്മിതനാവുകയും ചെയ്തു. അദ്ദേഹം കീർത്തിയെ വിളിച്ചിട്ട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശ്രീ രാധാകൃഷ്ണന്റെ പ്രഭാവം മനസ്സിലാക്കി ഗോപവരനായ വൃഷഭാനു ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വീണ്ടും ഗർഗമുനിയോട് ചോദിക്കുകയാണ്. ശ്രീ വൃഷഭാനുരുവാച തസ്മൈ ദാസ്യാമി ഹേ ബ്രഹ്മൻ കന്യാം കമലലോചനാം ത്വയാ പന്ഥാ ദർശിതോ മേ ത്വയാ കാര്യോയമുദ്വഹം. അല്ലയോ മഹാമുനി, അതേ ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ ഞാൻ എൻ്റെ ആ കമലനയനിയായ കന്യകയെ സമർപ്പിക്കും. അവിടുന്ന് എനിക്ക് ഇതിന് അവസരമുണ്ടാക്കി തന്നതിനാൽ അങ്ങ് തന്നെ ഈ വിവാഹം നടത്തി തന്നാലും എന്ന് വൃഷഭാനു പറയുകയാണ്. ശ്രീ ഗർഗ ഉവാച അഹം നകാരയിഷ്യാമി വിവാഹമനയോർനൃപ തയോർവിവാഹോ ഭവിത ഭാണ്ഡീരേ യമുനാതടേ വൃന്ദാവന സമീപേ ച നിർജനേ സുന്ദരസ്ഥലേ പരമേഷ്ടി സമാഗത്യ വിവാഹം കാരയിഷ്യതി തസ്മാദ് രാധാം ഗോപവര വിദ്യർത്ഥാംഗീം പരസ്യ ച. അപ്പോൾ ഗർഗമഹർഷി പറയുകയാണ്, അദ്ദേഹം അത് കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വൃഷഭാനുവിനോട് പറയുകയാണ്, അല്ലയോ വൃഷഭാനു, ശ്രീ രാധാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാണിഗ്രഹണം ഞാനല്ല നടത്തേണ്ടത്, സാക്ഷാത് ബ്രഹ്മദേവൻ തന്നെയാണ് അത് നടത്താൻ പോകുന്നത്. വൃന്ദാവനത്തിൽ യമുനാ തടത്തിൽ ജനശൂന്യവും അതീവ സുന്ദരവുമായ ആ സ്ഥലത്ത് ഭാണ്ഡീര വനത്തിൽ വെച്ചിട്ട് ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് ഇവരുടെ വിവാഹം നടത്തും. നിങ്ങൾ അതുവരെ ഈ രാധാദേവിയെ ശ്രീകൃഷ്ണന്റെ വല്ലഭിയായി തന്നെ കരുതിക്കോളൂ എന്നാണ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഗർഗമഹർഷി പറഞ്ഞത്. തസ്മാത് ലോകചൂഡാമണി സാക്ഷാത് രാജ്ഞിം ഗോലോകമന്ദിരേ യൂയം സർവേ അപി ഗോപാല ഗോലോകാദ് ആഗതാ ഭുവി തഥാ ഗോപീഗണാ ഗോപാ ഗോലോകേ രാധികേശ്ചയാം യദ്ദർശനം ദുർലഭമേവ ദുർഘടം ദേവൈശ്ച യജ്ഞൈർന ച ജന്മഭിക്കിമോ സവിഗ്രഹാം താം തവ മന്ദിരാജിരേ ലക്ഷ്യന്തി ഗുപ്താം ബഹു ഗോപഗോപികാഹം. അതിനുശേഷം ഗർഗമഹർഷി തുടരുകയാണ്. സകല ലോകങ്ങളിലും ശ്രേഷ്ഠമായത് വൈകുണ്ഠത്തിലെ ആ ഗോലോകധാമമാണ്. മുഴുവൻ ഗോപന്മാരും ഗോലോകധാമത്തിൽ നിന്നുമാണ് ഈ ഭൂമണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ രാധികയുടെ സഖിമാരായിരിക്കുന്ന ഗോപികമാരാണ് മുഴുവൻ ഇവിടെ വന്നിരിക്കുന്ന ഈ ഗോപികമാർ. വലിയ വലിയ യജ്ഞങ്ങൾ ചെയ്താലും ദേവന്മാർക്ക് പോലും ആരുടെ ദർശനം ലഭ്യമാകുന്നില്ലയോ, ആ മൂർത്തിമതി രാധികയാണ് നിങ്ങളുടെ വീട്ടിൽ വിരാജിച്ചുകൊണ്ട് ഏവർക്കും ദർശനം നൽകുന്നത് എന്നും ഗർഗമഹർഷി വൃഷഭാനുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രത്തോളം ദുർലഭമാണ് ശ്രീ രാധികാ ദേവിയുടെ ദർശനം, ദേവന്മാർക്ക് പോലും അത് കിട്ടില്ല. അങ്ങനെയുള്ള ആ പരാശക്തി രാധാദേവിയാണ് പുത്രി രൂപത്തിൽ നിങ്ങളുടെ വീട്ടിൽ വിരാജിക്കുന്നത് എന്ന്. ഭാണ്ഡീരവനം, നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോഴും കാണാൻ പറ്റും. അവിടെ യമുനാ തടത്തിലായിട്ട് ഉള്ള ഭാണ്ഡീരവനം, ഭഗവാന്റെ 16 ലീലകൾ അവിടെ നടന്നു എന്നാണ് അവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അത്യധികം സുന്ദരമായ പ്രദേശത്ത് ഇപ്പോഴും വടവൃക്ഷങ്ങൾ ഒരു പ്രതീകാത്മകമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനും രാധാദേവിയും മധ്യത്തിലായിട്ട് ഒരു വലിയ വടവൃക്ഷം, അത് ബ്രഹ്മദേവൻ അവരുടെ കൈ പിടിച്ച് കൊടുക്കുന്നതായിട്ട് ഒരു സങ്കല്പിച്ചു കൊണ്ടുള്ള വടവൃക്ഷങ്ങൾ നമുക്കിപ്പോഴും കാണാൻ കഴിയും. അങ്ങനെ വൃഷഭാനുവിനോട് ഗർഗമഹർഷി പറയുകയാണ്, സാക്ഷാത് ബ്രഹ്മദേവൻ തന്നെ വന്നിട്ട് രാധികയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വിവാഹം നടത്തി കൊടുക്കും എന്നും.
അതിനുശേഷം തഥാ ച വിസ്മിതൗ രാജൻ ദമ്പതി ഹർഷിതൗ പരം രാധാകൃഷ്ണ പ്രഭാവം ച ശ്രുത്വാ ശ്രീഗർഗമുച്ചതുഹും. ശ്രീ രാധികയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഈ പ്രശംസനീയമായ പ്രഭാവം കേട്ടിട്ട് വൃഷഭാനുവും കീർത്തിയും അത്യന്തം വിസ്മിതരാവുകയും ആനന്ദത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഗർഗമഹർഷിയോട് ഇപ്രകാരം പറയുകയും ചെയ്തു. രാധാശബ്ദസ്യ ഹേ ബ്രഹ്മൻ വ്യാഖ്യാനം വദ തത്വതഃ ത്വത്തോ ന സംശയശ്ചേത കോ അഭിഭൂമൗ മഹാമുനീം. അവർ ഗർഗമഹർഷിയോട് പറയുകയാണ്, അല്ലയോ മഹർഷേ, ഈ രാധാ ശബ്ദത്തിൻ്റെ താത്വികമായ വ്യാഖ്യാനം അങ്ങ് ദയവായി പറഞ്ഞു തന്നാലും. ഈ ഭൂമിയിൽ സംശയം തീർക്കാൻ അങ്ങയോളം വലുതായിട്ട് വേറെ ആരുമില്ല, അങ്ങേക്കാളും വലുതായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് ഈ രാധ എന്ന ശബ്ദത്തിൻ്റെ താത്വികമായ അർത്ഥം കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. ശ്രീഗർഗ ഉവാച സാമവേദസ്യ ഭാവാർത്ഥോ ഗന്ധമാദന പർവ്വതേ ശിഷ്യേണാപി മയാ തത്ര നാരായണമുഖാശ്രുതം. അപ്പോൾ ഗർഗമഹർഷി പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഗന്ധമാദന പർവ്വതത്തിൽ പോയി. എൻ്റെ കൂടെ എൻ്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഭഗവാൻ നാരായണൻ്റെ ശ്രീമുഖത്തു നിന്നും ഞാൻ സാമവേദത്തിൻ്റെ ഈ സാരാംശം കേട്ടു. വേദങ്ങൾ ഋക്ക്, യജുസ്, സാമം, അഥർവം നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. അതിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, വേദങ്ങളിൽ വെച്ചിട്ട് ഞാൻ സാമവേദമാകുന്നു എന്നും. ആ സാമവേദത്തിൻ്റെ സാരാംശം തന്നെയാണ് ഈ രാധ എന്ന നാമത്തിലൂടെ ഒളിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അന്തർഗതമായിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. സാമവേദം സാന്ത്വനത്തിൻ്റെ വേദം, ആനന്ദമാണത്, ആനന്ദത്തിൻ്റെയും അനുഭൂതിയുടെയും തലമാണത്. ഋഗ്വേദത്തിലെ പ്രധാന ഋക്കുകളൊക്കെ തന്നെ ഗാനരൂപത്തിൽ ആലപിക്കുന്നതാണ് സാമവേദത്തിൽ ഉള്ളത്. അതിൽ ആനന്ദമാണ് നിറഞ്ഞു നിൽക്കുന്നത്. രാധാദേവി ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ്. അപ്പോൾ ഈ സാമവേദത്തിൻ്റെ സാരാംശം കേട്ടു എന്നാണ് ഗർഗമഹർഷി അവിടെ പറയുന്നത്. രമയാ തുരകാരസ്യ ദകാരസ്ത്വാദി ഗോപിക ധകാരോ ധരയാ ഹി സ്യാദകാരോ വിരജാനദീം. രകാരം രമയെയും ആകാരം ഗോപികമാരെയും ധകാരം ധരയെയും ആകാരം വിരജാനദിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ശ്രീകൃഷ്ണസ്യ പരസ്യാപി ചതുർത്ഥാ തേജസോ അഭവത് ലീലാഭൂശ്രീശ്ച വിരജാ ചതുസ്രഃ പത്ന്യ ഏവ ഹീം. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമോത്കൃഷ്ടമായ തേജസ് 4 വിധമുണ്ട്. ലീല, ഭൂ, ശ്രീ, വിരജ എന്നീ 4 പത്നിമാരാണത്. സംപ്രലീനാശ്ച താ സർവാ രാധായാം കുഞ്ചമന്ദിരേ പരിപൂർണതമാം രാധാം തസ്മാദാഹർഷമനീഷിണഃ. ഇവരെല്ലാം കുഞ്ചഭവനത്തിൽ വെച്ച് ശ്രീ രാധികയിൽ അലിഞ്ഞു ചേർന്നു. അതിനാൽ അറിവുള്ളവർ ശ്രീ രാധികയെ പരിപൂർണതമയായി കരുതുന്നു. രാധാകൃഷ്ണേതി ഹേ ഗോപായോ ജപന്തി പുനഃ പുനഃ ചതുഃപദാർത്ഥം കിം തേഷാം സാക്ഷാത് കൃഷ്ണോഭിലഭ്യതേ. അല്ലയോ ഗോപ, ആരാണോ എപ്പോഴും രാധാകൃഷ്ണനാമം ജപിക്കുന്നത് അവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ മാത്രമല്ല സാക്ഷാത് ഭഗവാനെ തന്നെ സുലഭമായി തീരുന്നു എന്നാണ് ഗർഗമഹർഷി പറയുന്നത്. രാധ, നമ്മൾ മനുഷ്യർ നമ്മുടെ രൂപത്തിലാണ് നമ്മൾ എല്ലാം സങ്കല്പിക്കുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അതിനപ്പുറം ഇതെല്ലാം തത്വങ്ങളാണ്. രാധാതത്വം, കൃഷ്ണതത്വം എന്നൊക്കെ പറയുന്നത് പരിപൂർണതമനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത്. കൃഷ്ണത്വം, ആ കൃഷ്ണത്വത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ഭഗവാനിൽ അലിഞ്ഞു ചേരുക, രാധാദേവിയായിട്ട് ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ ആ രാധാ തത്വത്തിലേക്ക് എത്തിച്ചേരുക. അതിനുശേഷം മാത്രമേ നമുക്ക് ആ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേരാനും കൃഷ്ണത്വം നേടാനും സാധിക്കുകയുള്ളൂ. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കൊക്കെ അപ്പുറമാണത്.
ശ്രീനാരദ ഉവാച തദാതിവിസ്മിതോ രാജൻ വൃഷഭാനുപ്രിയായുധഃ രാധാകൃഷ്ണപ്രഭാവം തത് ജ്ഞാത്വാനന്ദമയോ ഹ്യഭൂത് ഇത്തം ഗർഗോ ജ്ഞാനിവരഃ പൂജിതോ വൃഷഭാനുനാ ജഗാമ സ്വഗൃഹം സാക്ഷാൻ മുനീന്ദ്രഃ സർവവിത് കവിഃ. ഇതെല്ലാം കേട്ട് വിസ്മിതരായി നിൽക്കുകയാണ് വൃഷഭാനുവും കീർത്തി മാതാവും. എന്തൊക്കെയാണ് കേൾക്കുന്നത്? തങ്ങളുടെ പുത്രിയെ പറ്റിയിട്ടാണ്, പുത്രിയുടെ ആ ജന്മരഹസ്യമാണ് ഇപ്പോൾ കേട്ടത്. അതും അല്ല, ആരാണ് പുത്രിയെ വിവാഹം ചെയ്യാൻ പോകുന്നത് അതും കേട്ടു. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാദേവിയുടെയും തത്വം, ജന്മരഹസ്യം, അവതാര ഉദ്ദേശ്യം എല്ലാം ഗർഗമഹർഷി അതീവ രഹസ്യമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം വൃഷഭാനുവിനും കീർത്തി മാതാവിനും പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ടിട്ട് അവർ ആനന്ദാശ്രുക്കൾ പൊഴിച്ച് വിസ്മിതരായി അങ്ങനെ നിൽക്കുകയാണ്. തങ്ങൾ കേട്ടതൊക്കെ സത്യമാണോ എന്നൊക്കെ ഉള്ള ഒരു ഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. ശ്രീ രാധാകൃഷ്ണന്റെ ദിവ്യപ്രഭാവം അറിഞ്ഞിട്ട് അവർ ആനന്ദത്തിന്റെ മൂർത്തിമത് ഭാവത്തിലെത്തി. ശ്രീ വൃഷഭാനു ജ്ഞാനശിരോമണിയായ ഗർഗമുനിയെ പൂജിച്ചു. അതിനുശേഷം ഗർഗമഹർഷി സ്വന്തം വാസസ്ഥലത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗർഗമഹർഷിയുടെ ആഗമനോദ്ദേശം നടന്നു കഴിഞ്ഞു. ഭഗവാൻ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തെത്തി. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചു. ഭഗവാനെ മടിയിലിരുത്തി നാമകരണം ചെയ്തു. അതിനുശേഷം രാധാദേവിയെ, സാക്ഷാത് ആദിപരാശക്തിയുടെ അവതാരമായ രാധാദേവിയെ ദർശിച്ചു. അതിനുശേഷം രാധാദേവിയുടെ ആ ജന്മരഹസ്യവും വൃഷഭാനുവിനും കീർത്തിമാതാവിനും പറഞ്ഞുകൊടുത്തു. അങ്ങനെ ഗർഗമഹർഷി പോവുകയാണ്. നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ 15-ാമത്തെ അധ്യായം അങ്ങനെ ഇവിടെ സമാപ്തമാവുകയാണ്. നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനി 16-ാമത്തെ അധ്യായം രാധാകൃഷ്ണ വിവാഹമാണ്. ഗർഗമഹർഷി പറഞ്ഞുവല്ലോ, സാക്ഷാത് ബ്രഹ്മദേവൻ തന്നെയാണ് ശ്രീ രാധികയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാണിഗ്രഹണം നടത്തുന്നതെന്ന്. അതാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ ഇനി ചൊല്ലാൻ പോകുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.